സവാളയ്ക്കും തക്കാളിക്കും 80 രൂപ, കൊച്ചുള്ളി 100 മുകളിൽ. ഇടത്തരക്കാരൻ ഭക്ഷണത്തിൽ നിന്നും പല ഭക്ഷ്യവസ്തുക്കളും കുറയ്ക്കുവാൻ തുടങ്ങി. വെളിച്ചെണ്ണ 200 അടുത്തെത്തി. ഫ്രൂട്ട്സ് ഇപ്പോൾ ലക്ഷറിയായി മാറിക്കഴിഞ്ഞു. Food inflation in India remains quite high. Don't expect immediate relief on this front. ഭക്ഷ്യവസ്തുക്കളുടെ ഇൻഫ്ലേഷൻ 11% ഒട്ടുമിക്ക ഇടത്തരക്കാർക്കും 10% പോലും സാലറി ഇൻക്രിമെന്റ് കിട്ടാത്തിടത്താണ് ഇത് എന്ന് ഓർക്കണം. ഒരു ഇടത്തരം കുടുംബത്തിനുള്ളവന്റെ ശമ്പളം വരുന്നതും പോകുന്നതും വന്ദേ ഭാരതത്തിനേക്കാളും സ്പീഡിലാണ്. देश के मध्यम वर्ग ने इनकम टैक्स के द्वारा कॉर्पोरेशन टैक्स से ज्यादा पैसा इस बार देश के मध्यम वर्ग ने दिया. സെപ്റ്റംബർ 2019 കോർപ്പറേറ്റ് ടാക്സ് 30% നിന്നും 22% കുറച്ചിരുന്നു. ആ ഗ്യാപ്പ് നികത്തിയത് മിഡിൽ ക്ലാസ് ജനതയുടെ ഇൻകം ടാക്സിലൂടെ പിരിഞ്ഞുകൊണ്ടാണ്. 2020-21 ചരിത്രത്തിലാദ്യമായി ഇൻകം ടാക്സ് വരുമാനം കോർപ്പറേറ്റ് ടാക്സിനേക്കാളും കുറഞ്ഞ നിലയിലായി. ഒരു ആവറേജ് മിഡിൽ ക്ലാസ് കുടുംബത്തെ സങ്കല്പിക്കാം. ആദ്യം അവനിൽ നിന്നും 30% സാലറിയിൽ നിന്നും തന്നെ ഇൻകം ടാക്സായി പിടിക്കുന്നു. ബാക്കിയുള്ളതിൽ നിന്നും ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഉള്ളവയ്ക്ക് 18 മുതൽ 20% വരെ GST എന്നും പറഞ്ഞ് പിടിക്കുന്നു. ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സേവ് ചെയ്യാമെന്ന് വെച്ചാൽ അതിൽ നിന്നും കൈയിട്ട് വാഴുന്ന ഗതികേടിലാണ് ഇന്നത്തെ ജനങ്ങൾ. ഇത്രയും ഏതാണ്ട് പകുതിയോളം ഡയറക്റ്റായും ഇൻഡയറക്റ്റായും ശമ്പളത്തിൽ കൈവച്ചതിന് ശേഷം തിരിച്ചു കിട്ടുന്നതോ ഗ്യാസ് ചാമ്പറിനെ ഓമ്പിക്കുന്ന ഡൽഹി പോലുള്ള സിറ്റികൾ. നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം 70% ജലസ്രോതസ്സുകളും പൊല്യൂട്ടഡാണ്. നേരത്തെ പറഞ്ഞ ടാക്സ് കുറച്ചു കൊടുത്ത് സൗകര്യം ചെയ്തു കൊടുത്ത കോർപ്പറേറ്റ്സ് വിളമ്പുന്നത് പാക്ക്ഡ് ഫുഡ്സ് ആകട്ടെ വെസ്റ്റേൺ കൺട്രീസ് അടുത്തുപോലും അടുപ്പിക്കാത്ത ക്വാളിറ്റിയിലുള്ള ഫുഡ് ഐറ്റംസ്. ഇന്ത്യയിൽ ഇന്ന് കൂടുന്ന വസ്തുക്കൾ ഒന്ന് ഇൻഫ്ലേഷൻ, മറ്റൊന്ന് ടാക്സസ്. സാധാരണക്കാരൻ ഒരു കാർ മേടിക്കാൻ തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കുക. ഏറ്റവും കുറഞ്ഞത് 6 മുതൽ 7 ലക്ഷം വരെ ആകും. അതിൽ 30 മുതൽ 40% ടാക്സ് ഇനത്തിലാണ് സാധാരണക്കാരൻ സ്പെൻഡ് ചെയ്യുന്നത്. ആ വണ്ടി റോട്ടിലിറക്കാൻ പെട്രോളിനും ടോളിനും കൊടുക്കുന്ന ടാക്സ് വേറെ. പെട്രോൾ സെഞ്ചുറി അടിച്ചു കഴിഞ്ഞു. രൂപയുടെ മൂല്യം 85 ആണെന്ന്. ഉടനെ സെഞ്ചുറി അടിച്ചേക്കാം. നിർമ്മലാജിയുടെ കണക്കുകൾ പ്രകാരം 2047 ഇന്ത്യ 30 ട്രില്യൺ എക്കണോമി ആകുമെന്നാണ് പ്രവചനം. എന്നാൽ ലാസ്റ്റ് ക്വാർട്ടറിൽ നമ്മുടെ GDP ഗ്രോത്ത് വെറും 5.4% മാത്രമാണ്. ഇതെല്ലാം കൊണ്ട് തന്നെ അർബൻ കൺസപ്ഷൻ കുറഞ്ഞു വരികയാണ്. കാരണം ജനങ്ങളുടെ കയ്യിൽ കാശില്ല. റൂറൽ വേജസ് നോക്കുകയാണെങ്കിൽ 2018 ആവറേജിൽ 9,707 രൂപയായിരുന്നു എങ്കിൽ 2023-24 അത് 8,842 രൂപയായിട്ട് കുറഞ്ഞിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളെപ്പറ്റി അധികം മലയാളം യൂട്യൂബേഴ്സ് പറഞ്ഞു കാണാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരമൊരു വീഡിയോ ആയി വരുന്നത്. വൈ ദേ ഹെയ്റ്റ് ഇന്ത്യൻ മിഡിൽ ക്ലാസ്. നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ഗവൺമെൻറ് ഡാറ്റ പ്രകാരം ഓവറാൾ ഇൻഫ്ലേഷൻ 6.2%. ഇത് വലിയൊരു ഇഷ്യൂ അല്ല ആക്ച്വലി. RBI നിഷ്കർഷിച്ച ലിമിറ്റിന് അടുത്ത് തന്നെയാണ്. എന്നാൽ ഏറ്റവും അത്യാവശ്യമായ ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം 11%-അടുത്താണ്. വെജിറ്റബിൾസ് 42%-ഓളം വിലക്കയറ്റം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. മിഡിൽ ക്ലാസ് തീന്മേശയിൽ നിന്നും ഫ്രൂട്ട്സിന്റെ സ്ഥാനം നഷ്ടമായിരിക്കുകയാണ്. ആപ്പിളിന് 200-ഉം സാധാരണക്കാരൻ്റെ പേരയ്ക്ക് പോലും 120-ന് മേലിലാണ് ഇന്നത്തെ വില. 2021-ലും 2024-ലെയും ഇൻഫ്ലേഷൻ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഡിസംബർ 2021-ൽ 4.05% എന്നാൽ ഒക്ടോബർ 2024-ൽ അത് 10.87%. അവശ്യ വസ്തുക്കൾ വാങ്ങുവാൻ പോലും ഇന്ന് സാധാരണക്കാരന് ശമ്പളം തികയാത്ത ഗതികേടിലാണ്. തൽഫലമായി അർബൻ കൺസപ്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നെസ്ലെ, ഡാബർ, യൂണിലിവർ, ബ്രിട്ടാനിയ പോലുള്ള കമ്പനീസ് അവരുടെ സെയിൽസ് കഴിഞ്ഞ മാസങ്ങളിൽ ഒരുപാട് ഇടിഞ്ഞു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഫുഡ് ഇൻഫ്ലേഷൻ കൂടിയതും സാലറി കൂടാത്തതുമാണ് മധ്യവർഗം അവരുടെ EMIയിലും ലോണിലും ചുറ്റപ്പെട്ട് ജീവിക്കേണ്ട ഗതിയിലാണ് അവർ. അതുകൊണ്ട് തന്നെ നോൺ എസെൻഷ്യൽ ഐറ്റംസ്, അതായത് ഫാഷൻ, എൻ്റർടൈൻമെൻറ്റ്, ഡൈനിങ് ഔട്ട്, ഇതിലൊക്കെ മധ്യവർഗം പണം ചിലവിടുന്നത് കുറഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. സാധാരണക്കാരൻ്റെ ഏണിംഗ് കുറഞ്ഞതോടുകൂടി സ്പെൻഡിങ് കുറഞ്ഞു. അങ്ങനെ ഡിമാൻഡും കുറഞ്ഞിരിക്കുകയാണ്. തൽഫലമായി മാനുഫാക്ചറിംഗിൽ ഗ്രോത്ത് കഴിഞ്ഞ 11 മാസത്തെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ തന്നെ മുരടിപ്പിക്കുകയാണ്.
ഗ്രാമങ്ങളിലെ അവസ്ഥ പരിതാപകരമാണ്. ഗവൺമെൻറ് ഡാറ്റ തന്നെ പറയുന്നത് റൂറൽ ഇന്ത്യയുടെ ശമ്പളം 2018 നിന്നും 2024 എത്തിയപ്പോഴേക്കും കുറഞ്ഞു എന്നാണ്. 6 വർഷത്തിനിടയിൽ സാലറി കുറയുന്ന ഗതി. PM-ന്റെ എക്കണോമിക് അഡ്വൈസറി കൗൺസിലിലെ സഞ്ജീവ് സന്യാൽ തന്നെ ഇന്ത്യൻ എക്കണോമി സ്ലോ ഡൗൺ ചെയ്യുന്നു എന്ന സൂചനകൾ തരുന്നു എന്ന് സമ്മതിച്ചു കഴിഞ്ഞു. സാധാരണക്കാരന് ഓവറാൾ ഇൻഫ്ലേഷൻ ഒരിക്കലും അവൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ യാതൊരു വ്യത്യാസവും വരുത്തുന്നില്ല. എന്നാൽ ഭക്ഷ്യവസ്തുക്കളുടെ ഇൻഫ്ലേഷൻ ഒരിക്കലും താങ്ങാൻ പറ്റുന്നതല്ല. നമ്മുടെ നാട്ടിലെ മിഡിൽ ക്ലാസ് ജനതയുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. അവൻ എത്ര ശ്രമിച്ചാലും ഹൈ ക്ലാസ്സിലോട്ട് എത്തത്തുമില്ല. എന്നാൽ ഒരു മെഡിക്കൽ എമർജൻസി മതി അവനെ നേരെ ലോവർ മിഡിൽ ക്ലാസ്സിലോട്ട് തള്ളിവിടാൻ. അതിന് പലതാണ് കാരണങ്ങൾ. ഇൻഫ്ലേഷൻ മാത്രമല്ല, മറ്റൊരു പ്രധാന കാരണമാണ് ടാക്സസ്. സർക്കാർ ടാക്സ് സിസ്റ്റം സിംപ്ലിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് GST കൊണ്ടുവന്നത്. എന്നാൽ പോപ്കോണിന് പോലും സാധാരണ പോപ്കോണിന് ഒരു റേറ്റ്, സാൾട്ടറ്റിന് വേറെ, കാരമലിന് വേറെ എന്ന് പറഞ്ഞ് ജനങ്ങളെ പിരിയുന്ന ഗതിയാണ്. ഹെൽത്ത് ഇൻഷുറൻസിന് വരെ 18% GST കൊടുക്കേണ്ട ഗതികേട്. രാജ്യം മുഴുവൻ ഗ്യാസ് ചേമ്പർ ആക്കിയിട്ടും എയർ പ്യൂരിഫയറിനും വാട്ടർ പ്യൂരിഫയറിനും 18% GST. ഇത്രയും ടാക്സും കഴിഞ്ഞ് കുറച്ച് പൈസ സ്റ്റോക്സിലോ മ്യൂച്വൽ ഫണ്ട്സിലോ FDയിലോ സേവ് ചെയ്യാമെന്ന് കരുതിയാൽ അവിടെയും രക്ഷയില്ല. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിലെ ടാക്സ് 10 നിന്നും 12.5% ഉയർത്തിയിരിക്കുകയാണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസിലാകട്ടെ 15 നിന്നും 20% ഉയർത്തിയിരിക്കുന്നു. അതായത് സ്റ്റോക്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ ലോങ് ടേം ആണെങ്കിൽ 12.5%, ഷോർട്ട് ടേം ആണെങ്കിൽ 20% ടാക്സ് കുറയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ FDയിൽ 40,000-ന് മേളിൽ ഗെയിൻ ഉണ്ടായാൽ അതിലും 10% TDS അടയ്ക്കേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളും ഞാനും കഷ്ടപ്പെടുന്ന കാശിൻ്റെ പകുതി മുക്കാലും നമ്മൾ ടാക്സായി കൊടുക്കുകയാണ്. പല ട്രോളുകളും പറയുന്നത് പോലെ 6 മാസം നിങ്ങൾ വീടിനും 6 മാസം സർക്കാരിനും നിങ്ങൾ പണി കൊണ്ടിരിക്കുന്നു. ഇത്രയും ടാക്സ് പേ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന റിട്ടേൺസിനെ പറ്റി പറയാതിരിക്കുന്നതാണ് ഭേദം. ലാസ്റ്റ് ക്വാർട്ടറിൽ നമ്മുടെ GDP 5.4% മാത്രമായിരുന്നു വളർച്ച. RBI പ്രവചിച്ച 7% എന്നതിൽ നിന്ന് ഒരുപാട് താഴെ. നമ്മുടെ ഗവൺമെൻറ് വലിയ ടാർഗറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2044 55 ട്രില്യൺ എക്കണോമി ആകുമെന്നൊക്കെയായിരുന്നു ആ ടാർഗറ്റ്. ഇതിനായി 8% വെച്ച് ഓരോ വർഷം വളരേണ്ടതുണ്ട്. അതിനുള്ള പൊട്ടൻഷ്യൽ നമ്മുടെ രാജ്യത്തിന് തീർച്ചയായും ഉണ്ട്. എന്നാൽ I want to ask, where did it tax laga ke business? So on futures and options you've increased. Wait a minute, so-called middle class, right? Futures and option is for middle class. എന്നാൽ യുവജനതയ്ക്ക് ഫ്യൂച്ചറും ഇല്ല, ഓപ്ഷൻസും ഇല്ലാത്ത നിലയിലേക്ക് തള്ളിവിടാതിരിക്കുകയാണ് നമ്മുടെ ഗവൺമെൻറ് ചെയ്യേണ്ടത്. നമ്മുടെ വർക്ക് ഫോഴ്സ് എങ്ങും പൊട്ടൻഷ്യൽ ഉള്ളതുമാണ്. അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ മുന്നിട്ട് വരിക തന്നെ ചെയ്യും. എന്നാൽ ഇതിനും വിപരീതമായി ഗവൺമെൻറ് GSTയുടെ പുതിയ 35% ടാക്സ് സ്ലാബ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്നുള്ള റൂമേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ പ്രതിപക്ഷം പോലും വേണ്ട രീതിയിൽ ഉന്നയിക്കുന്നില്ല. അമ്പലം, ജാതി, മതം പോലുള്ള കണ്ണിൽ പൊടിയിടലുകളുമായി അവർ നടക്കുകയാണ്. എന്നു സാധാരണക്കാരൻ ഇത്തരം പുകമറകളിൽ നിന്നും മാറി യഥാർത്ഥ വസ്തുതകളിലോട്ട് കണ്ണുവെക്കാൻ പറ്റുന്നുവോ, അതിനായി പ്രതികരിക്കുവാനുള്ള ആർജവം കാണിക്കുന്നുവോ അന്നു മാത്രമേ ഇതിൽ നിന്നും നാം ഓരോരുത്തർക്കും മോചനമുള്ളൂ.